ഈ ഗണിതശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് ലളിതമാക്കാനും കുട്ടികളുടെ പേടി അകറ്റാനുമുള്ള ഒട്ടേറെ പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഈ പരിശ്രമങ്ങളൊന്നും പരിപൂർണ വിജയം കണ്ടിട്ടില്ല. കുട്ടികൾക്ക് ഗണിതശാസ്ത്രം ഇന്നും ബാലികേറാമലയാണ്. കണക്ക് കുട്ടികൾ ഇഷ്ടപ്പെടുന്നില്ല. അതിന് കാരണങ്ങൾ പലതുണ്ട്. ഇപ്പോൾ ഈ വർഷം തന്നെ 22-ാം തീയതി ഡിസംബർ 22 ശ്രീനിവാസ രാമാനുജൻ്റെ ജന്മദിനമാണ്. അതിന് ഒരാഴ്ചത്തേക്ക് ഭാരതീയ രാമാനുജ ഗണിതോത്സവം എന്നൊരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ആ പരിപാടിയിൽ കുറച്ച് പുതിയ ആശയങ്ങൾ, കുട്ടികൾക്ക് ഈ ഗണിതത്തോടുള്ള ഭയം മാറ്റിയെടുക്കുന്നതിന് ഉപകരിക്കുന്ന കുറച്ച് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കി ഇതുവരെ നമ്മൾ കൊണ്ടുവന്ന രീതി അല്ലാതെ കുട്ടികളെ ഈ വിഷയത്തിലേക്കൊന്ന് ആകർഷിക്കണം. പ്രധാനമായിട്ടും ഈ നമ്മുടെ പാഠപുസ്തകങ്ങളും അത് കൈകാര്യം ചെയ്യുന്ന അധ്യാപകരും നമ്മുടെ പരീക്ഷാ സമ്പ്രദായവുമാണ് കുട്ടികളെ ഇപ്പോഴും ഗണിതശാസ്ത്രം പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മാറ്റം വരുത്താനുണ്ട്. ഈ പാഠപുസ്തകങ്ങൾ തന്നെ ഗണിത അധ്യാപകർ തന്നെ പറയുന്നത് പുസ്തകം വായിച്ചിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല എന്നാണ്. അത് വളരെ ലളിതമായ ഭാഷയിൽ കാര്യങ്ങൾ നേരിട്ട് അവതരിപ്പിക്കാത്തത് കൊണ്ടാണ്. പാഠപുസ്തകത്തിലൊക്കെ കുട്ടികൾ ഒരു വർഷം പഠിച്ച ശേഷമൊന്നും പുസ്തകം അങ്ങനെ ലൈബ്രറിയിൽ ഇതുപോലെ അടുക്കി സൂക്ഷിക്കുന്നവരൊന്നുമല്ല. അതൊക്കെ അങ്ങ് പോകും. 8-ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ പറയും 5-ാം ക്ലാസ്സിലെ 3-ാമത്തെ അധ്യായം കാണുക. പത്രക്കാർ 7-ാം കോളം 7-ാം പേജ് 3-ാം കോളം നോക്കുക എന്നൊക്കെ പറയുന്നില്ല. ഏത് കുട്ടിയാണ് അത് നോക്കാൻ പോകുന്നത്? പാഠപുസ്തക രചനയിലൊന്നും അങ്ങനെ വന്നുകൂടാ. ആ കാര്യങ്ങൾ എന്താണെന്ന് സംക്ഷിപ്തമായിട്ടവിടെ സൂചിപ്പിക്കുകയാണ് വേണ്ടേ. അതുപോലെ പാഠപുസ്തകം ചിലത് എടുത്തു കഴിഞ്ഞാൽ അധ്യാപകർക്കുള്ള കൈപ്പുസ്തകവും പാഠപുസ്തകവും തമ്മിൽ വലിയ വ്യത്യാസമായിട്ട് തോന്നുന്നില്ല. ഈ പുസ്തകം അതുകൊണ്ട് കുട്ടികൾക്ക് ആകർഷണീയമായ രീതിയിൽ ഇറക്കാൻ ശ്രദ്ധിക്കണം. രണ്ടാമതൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് കൈകാര്യം ചെയ്യുന്ന അധ്യാപകരുടേതാണ്. പാഠപുസ്തകം അധ്യാപകൻ്റെ ഒരു അസംസ്കൃത വസ്തുവാണ്. തൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടിയുടെ ബൗദ്ധിക നിലവാരത്തിനനുസരിച്ച് രൂപപ്പെടുത്താനും അതിനനുസരിച്ചുള്ള പ്രോബ്ലം സെറ്റ് ചെയ്ത് കൊടുക്കാനും ഒക്കെ അധ്യാപകന് കഴിയണം. പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അപ്പാടെ അതേപോലെ വള്ളി വിടാതെ പറയുന്നതല്ല. അത് കുറേ പേരെങ്കിലും ആ ഒരു നിഷ്ഠ പാലിക്കുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ചെയ്താൽ കുട്ടികളുടെ ബുദ്ധിമുട്ട് ഒരുവിധം അത് തന്നെയല്ല. ഈ പ്രോബ്ലം സോൾവിങ് എന്നൊക്കെ പറയുന്നത് എടുത്തു കളഞ്ഞിട്ട് കുറേ കാലമായി. കണക്കെന്ന് പറഞ്ഞാൽ കണക്കാണ്. അവിടെ കുറേ പ്രോബ്ലം ചെയ്യേണ്ടതുണ്ട്. അത് പരിശീലനത്തിനുള്ള കുറേ കണക്കുകളെങ്കിലും പുസ്തകത്തിൽ കൊടുക്കണം. ആശയസാംശീകരണം നടക്കുന്നതോടൊപ്പം തന്നെ ഇതിനും കൂടെ അവസരം കൊടുത്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ തന്നെയാണ് പരീക്ഷാ സമ്പ്രദായവും. ക്ലാസ് കയറ്റത്തിന് വേണ്ടി നടത്തുന്ന പരീക്ഷയിൽ എന്തിനാണ് ഇത്ര കഠിനമായ ചോദ്യങ്ങൾ? ചില ചോദ്യപേപ്പറുകൾ കണ്ടാൽ, 10-ാം ക്ലാസ്സിലൊക്കെ നടക്കുന്ന ചോദ്യപേപ്പർ കണ്ടാൽ ചോദ്യകർത്താവിൻ്റെ പാണ്ഡിത്യ പ്രകടനത്തിനാണോ ഇത് തയ്യാറാക്കിയതെന്ന് പോലും സംശയിച്ചു പോകും. അതിൻ്റെ ആവശ്യമില്ല. ക്ലാസ് കയറ്റത്തിൻ്റെ ചോദ്യങ്ങളാണ്. മിനിമം ലെവൽ ഓഫ് ലേണിംഗ് നടന്നിട്ടുണ്ടോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. അവിടെ അതികഠിനമായ ചോദ്യങ്ങളിട്ട് കുട്ടികളെ വിരട്ടുന്ന ഒരു സമ്പ്രദായമാണ് ഇന്നുള്ളത്. ക്ലാസ് കയറ്റത്തിൻ്റെ ചോദ്യത്തിൽ അതിനപ്പുറത്തോട്ട് ചോദ്യങ്ങൾ പോകരുത്. മറ്റൊന്ന് ചെയ്യേണ്ടത്, മത്സര പരീക്ഷകൾക്കും എൻട്രൻസിനും ഒക്കെ അതികഠിനമായ ചോദ്യം ചോദിച്ച് ഏറ്റവും സമർത്ഥരായവരെ തിരഞ്ഞെടുക്കാൻ പരീക്ഷ നടത്തുന്നുണ്ടല്ലോ, അതുപോലെ. അപ്പോൾ ഇതുപോലെ കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോഴേതായാലും ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന പദ്ധതി, ഈ ഭാരതീയ ഗണിതശാസ്ത്രോത്സവം, ഇതിനൊരു ചുവടുവെപ്പാണ്. ഈ ബുദ്ധിമുട്ടുകൾ ഒരു നല്ല അളവ് വരെ മാറ്റാൻ കഴിയുമെന്നതിൻ്റെ സംഘാടകരോട് സംസാരിച്ചപ്പോൾ അവരിതിൻ്റെ ദീർഘമായ പദ്ധതികൾ പറഞ്ഞതിൽ നിന്ന് എനിക്കത് മനസ്സിലായിട്ടുണ്ട്. ഇത് നടപ്പിലാക്കാൻ വേണ്ടുന്ന സഹായം കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തിക സഹായമല്ല ഉദ്ദേശിക്കുന്നത്. ഇതിനുള്ള നിയമപരമായ അനുവാദവും ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്നു. എല്ലാ ആശംസകളും ഞാനിതിന് നേരുകയാണ്. എൻ്റെ സഹകരണം ഈ സംരംഭത്തിന് എപ്പോഴും ഉണ്ടാവും. നന്ദി, നമസ്കാരം.